ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? നോക്കിയേ, കുറച്ച് പരൽമീൻ കിട്ടിയിട്ടുണ്ട്. പരല് തന്നെയല്ല, ഇതിന് അറഞ്ഞിലെന്നൊക്കെ പറയും നാട്ടിലെ. എനിക്ക് ഇവിടെ എന്താ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല പരലും അറഞ്ഞിലും എല്ലാം കൂടിയാ. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് മനോജ് മാഷ് കൊണ്ട് തന്നാണേ. അപ്പൊ ഇത് നമുക്ക് ഒന്ന് തനി നാടൻ രീതിയിൽ അത് ആ റെസിപ്പി പറഞ്ഞു തന്നത് വിജയേട്ടനാ, എൻ്റെ ഒരു സുഹൃത്താ. അപ്പൊ വിജയേട്ടന്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു കറി ഒന്ന് ഉണ്ടാക്കി കാണിക്കുന്നു പറഞ്ഞു. അപ്പം നമുക്ക് ആ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം, വായോ. പഴയ കാലത്തെ ഒരു മീൻകറിയാണ്. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് വിജയേട്ടനാണ്. വിജയേട്ടന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു രുചി നാവിൽ ഇങ്ങനെ ഇരിക്കുന്ന, അതാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. അപ്പൊ അമ്മയില്ല, എന്നാലും പരലൊക്കെ കാണുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് വരുമല്ലോ. അപ്പൊ ഞാൻ വിജയേട്ടന്റെ അമ്മ ഉണ്ടാക്കിയ രീതിയിൽ ഉണ്ടാക്കാനൊന്ന് ശ്രമിക്കുകയാണ്. എന്തായാലും പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെ അധികം ഇൻഗ്രീഡിയൻസോ ആർഭാടങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നല്ല മീൻകറി. നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം ഈ ഒരു ഓർമ്മ ഉണ്ടോ എന്ന് അറിയാലോ. അപ്പൊ അതാ, ഇത് ഇത്രയേ ഉള്ളൂ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ, വായോ. പരൽമീന് എല്ലാം വെട്ടി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമ്മള് വെളുത്തുള്ളിയാണ്, കുറച്ച് ഒരു 5-6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുക. പിന്നെ തക്കാളിയാണ്. തക്കാളി ഞാന് അമ്മയൊക്കെ അരിഞ്ഞിട്ടത്, ഞാൻ എന്തായാലും എൻ്റെതായ രീതിയിൽ ഒന്ന് പേസ്റ്റ് ആക്കി. കാര്യം വെച്ചാൽ അധികം വെള്ളമൊന്നും ഇല്ലാത്ത കറി ആയതുകൊണ്ട്, എണ്ണയും ചേർക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങ് പേസ്റ്റ് ആക്കിയത്. പക്ഷെ ഇതായിരിക്കും നന്നാവുക. പിന്നെ കുറച്ച് വാളംപുളി, പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ ഉള്ളൂ. ഉലുവ കടുക് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ, ആദ്യം തന്നെ മീനൊക്കെ ഒരു മൺചട്ടിയിലോട്ട് ഇട്ടു നല്ലപോലെ വെട്ടി കഴുകി ഉപ്പുകല്ലൊക്കെ ഇട്ട് റെഡിയാക്കി കഴുകി എടുത്താണ് കേട്ടോ. എരിവിന് പാകത്തിനുള്ള മുളക് പൊടി വെറുതെ ഇടുവാണേ. ഇത് മതിയാവും. ഞാനൊരു ചെറിയ സ്പൂണിന് ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി അത് ഒരു 3-4 അല്ലി എടുത്ത് ചെറുതാക്കി അരിഞ്ഞതാ. കറിവേപ്പില, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, പിന്നെ നമ്മുടെ തക്കാളി പേസ്റ്റ് ആക്കിയത്, 2 തക്കാളി എടുത്തിട്ട് പേസ്റ്റ് ആക്കിയതാ. അരിഞ്ഞിട്ടാലും മതി. ഉപ്പ് പാകത്തിന്, പുളിവെള്ളം. തക്കാളി ചേർത്തിട്ടുള്ളതുകൊണ്ട് പുളിയുടെ പാകത്തിന് പുളിവെള്ളം. എത്ര പുളി വേണോ അതിനനുസരിച്ച് നമുക്കിത് ഇത്ര ഒഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഒഴിക്കാം. കുറച്ചൊരു വെള്ളം കൂടെ ഒഴിക്കണേ. അധികം വെള്ളം ഒഴിക്കരുത്, കുറഞ്ഞൊരു വെള്ളം. കണ്ടോ, ഇത്രയും മതി. ഒരുപാട് ചാറുള്ള ഒരു കറിയല്ല, ഒരു കുഴമ്പൻ പരുവത്തിലിരിക്കുന്ന ഒരു കറിയാട്ടോ. ഇനി ഇത് ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഒരു ഇച്ചിരി വെള്ളം കൊണ്ട് ഒഴിക്കാം അല്ലേ. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ, ഇത്രയും മതി. ഇതൊന്ന് വെന്ത് വറ്റി വന്ന് കഴിഞ്ഞാൽ കറിയാവും. ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓൺ ചെയ്യാവേ. ചെറു തീയിലിരുന്നിട്ട് നമ്മുടെ മീനൊന്ന് വേഗട്ടെ, മൂടി വെച്ചേക്കാം. നമ്മുടെ കറി എന്തായെന്ന് തുറന്നു നോക്കണ്ടേ. നോക്കിക്കേ, നല്ലപോലെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാ, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു പണിയുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇഷ്ടംപോലെ ഇട്ടോ. കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂടി വെക്കുക. സ്റ്റൗ ഒക്കെ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കുക കേട്ടോ. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഇതാ, നമ്മുടെ ഒരു തനി നാടൻ പരൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല. ഇനി ഇതിരുന്ന് ഒന്നും കൂടെ കുറുകും കേട്ടോ.
നല്ല അടിപൊളി ഒരു പരൽമീൻ കറി, നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെയായിരിക്കും അമ്മ ഉദ്ദേശിച്ചതെന്ന് ഞാനും വിചാരിക്കുന്നു. എന്തായാലും ഞാൻ കഴിച്ചു നോക്കിയില്ലെങ്കിലും ലീലേച്ചിയൊക്കെ കഴിച്ചു നോക്കിയിട്ട് അടിപൊളിയാന്ന് പറഞ്ഞു. കപ്പയുടെ കൂടെയോ നല്ല ചെണ്ടൻ കപ്പ പുഴുങ്ങിയതോ ചോറിന്റെ കൂടെയോ അങ്ങോട്ട് കഴിക്കുക. സൂപ്പർ ടേസ്റ്റുള്ള ഒരു പരൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പരൽ മീൻ കിട്ടിയില്ലെങ്കിൽ ചെറിയ മീൻ ഏതെങ്കിലും വെച്ചിട്ട് ഈ റെസിപ്പിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയോ. അപ്പം സൂപ്പർ ആയിരിക്കും. അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇത് കഴിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു കറി കഴിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. ഇതാന്ന് നോക്കിയേ, നല്ല കുഴമ്പ് പരുവത്തിലുള്ള ഒരു കറിയാണ്. അധികം എന്താ പറയാ, ചാറൊന്നും ഇല്ലാതെ നല്ല കുഴമ്പ് പരുവത്തിലൊരു കറി. ഇനി ഇത് ഒന്നും കൂടെ കുറുകും കേട്ടോ. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നിവൃത്തിയില്ല, നോമ്പുകാലായതുകൊണ്ട്. അപ്പോൾ ഇതാ നോക്കിയേ, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.